സമാധാന ദൗത്യത്തിനായി യുദ്ധക്കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിൽ തുടരുമെന്ന് അമേരിക്ക. ഹമാസ് ഭീകരാക്രമണത്തെ തുടർന്ന് മെഡിറ്ററേനിയൻ കടലിലെത്തിയ ജെറാൾഡ് ആർഫോർഡ്, ഐസനോവ് എന്നീ കപ്പലുകളാണ് മേഖലയിൽ തുടരുക. ജനുവരി 8 മുതൽ ടെലവീവിൽ നിന്ന് വിമാന സർവീസ് പുനരാരംഭിക്കുമെന്ന സൂചനകൾ കൂടിയുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് നൽകും കൂടുതൽ വിവരങ്ങൾ. ഐസൻ, വിശദാംശങ്ങൾ. തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ മെഡിറ്ററേനിയനിൽ ഈ 2 കപ്പലുകളും തുടരണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എന്നാണ് ലഭ്യമായ വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജെറാൾഡ് ആർഫോർഡ്, അതുപോലെ തന്നെ ഡ്യൂറ്റ് ഐസനോവർ എന്നിങ്ങനെയുള്ള 2 യുദ്ധക്കപ്പലുകളാണ് മെഡിറ്ററേനിയൻ തീരത്ത് തുടരുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 3-4 ആഴ്ചകൾ ഇത്തരത്തിൽ സമാധാന ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ കപ്പലുകൾ തുടരും. ഈ കപ്പലുകൾ വിമാനവാഹിനി കപ്പലുകളും അതുപോലെ തന്നെ മറ്റു യുദ്ധ സംവിധാനങ്ങളുള്ള കപ്പലുകളുമാണ് എന്നതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് നീക്കങ്ങൾ കാര്യക്ഷമമായി നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കപ്പലുകൾ അവിടെ തുടരണമെന്ന നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടക്കുന്നു. ജർമ്മനിയിലെ ലുഫ്താൻസ എയർവേസ് ഉടൻ തന്നെ വിമാന സർവീസ് ആരംഭിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ടെലവീവിൽ നിന്ന് 8-ാം തീയതി അന്താരാഷ്ട്ര സർവീസ് പുനരാരംഭിക്കുമെന്ന സൂചനയും വരുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കാവുന്നത് ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് 153ഓളം രാജ്യങ്ങൾ, ഭാരതം ഉൾപ്പെടെയുള്ള 153ഓളം രാജ്യങ്ങൾ ഈ ഗാസയിൽ വെടിനിർത്തൽ അടിയന്തരമായി നടപ്പാക്കണമെന്ന നിലപാട് വളരെ കൃത്യമായി സ്വീകരിച്ചത്. സ്വാഭാവികമായും അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതിന് അനുകൂലമായ ചില കമൻറ്റുകൾ വരികയും ചെയ്തു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ വെടിനിർത്തലിലേക്കുള്ള സാധ്യത വളരെയധികം മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും 8-ാം തീയതി മുതൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ഒരു വിമാന സർവീസ് കമ്പനി തന്നെ മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും സമാധാന പുനഃസ്ഥാപനം ഏറെ ദൂരെയല്ല എന്ന് തന്നെ അനുമാനിക്കാൻ സാധിക്കും. ഐസൻ, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഐസൻ പങ്കുവച്ചത്. കാരണം പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അറുതി ഉണ്ടാകുന്നു, സമാധാനം അകലെയല്ല എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ ലോകത്തിന് ആകമാനമുണ്ട്. എന്തായാലും ഇസ്രായേൽ നയതന്ത്ര തലത്തിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടേക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. പക്ഷേ ഇത് ബെഞ്ചമിൻ നെതന്യാഹു തള്ളിക്കളഞ്ഞ് യുദ്ധം തുടരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടെയും വീണ്ടും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണോ? തീർച്ചയായും വെടിനിർത്തൽ കരാറിലേക്ക് എത്തുക അല്ലെങ്കിൽ മിസൈൽ ആക്രമണം, അത്തരത്തിലുള്ള ശക്തമായ ആക്രമണത്തിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും മാറിയാൽ മാത്രമേ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ സാധിക്കൂ. പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ സാധിക്കൂ എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. സാങ്കേതികമായി അത് കൃത്യതയാർന്നൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജനുവരി 8 മുതൽ, അതായത് ദിവസങ്ങൾക്കകമേ 2-3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ വിമാന സർവീസുകൾ പുനരാരംഭിക്കും എന്ന് കൃത്യമായൊരു നിലപാട് ഒരു അന്താരാഷ്ട്ര വിമാന സർവീസ് ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ലഭ്യമാകുന്ന ചില ഉറപ്പുകളുണ്ട്. അന്താരാഷ്ട്ര ബിസിനസ് സമൂഹത്തിനുമെല്ലാം തന്നെ ലഭ്യമാകുന്ന ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് 6 ദിവസത്തെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാവുകയും ചെയ്തു. മാത്രമല്ല ഈ അടുത്ത ദിവസങ്ങളിലായി വലിയ സംഘർഷങ്ങളില്ലാതെ തുടരുന്നു. ഇപ്പോഴും ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്, വിവിധ തരത്തിൽ ട്രക്കുകൾ പ്രവേശിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത, ഒരു സംഘർഷമുള്ള അവസ്ഥ ഗാസയിലില്ല, അല്ലെങ്കിൽ ഇസ്രായേൽ ഗാസ തമ്മിൽ നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ശക്തമായ ഇടപെടൽ വളരെ കൃത്യമായുണ്ട്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വളരെ കൃത്യമായി പറയുകയും ചെയ്തു, ഈ UN വോട്ടെടുപ്പിൽ അമേരിക്ക ഇസ്രായേലിന് അനുകൂലമായി വോട്ട് ചെയ്തു, ഗാസയിലെ വെടിനിർത്തൽ പ്രമേയത്തെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്തു എങ്കിൽ കൂടി വളരെ കൃത്യമായൊരു സന്ദേശം ജോ ബൈഡൻ ഇസ്രായേലിന് നൽകുകയും ചെയ്തിരുന്നു. അതായത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം 153ഓളം രാജ്യങ്ങൾ വെടിനിർത്തൽ വേണമെന്ന കർശനമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല മറ്റു ചില അനുകൂല ഘടകങ്ങൾ ഇസ്രായേലിന് ലഭ്യമാകുന്നത് ഹമാസിൻ്റെ ഒരു ഭീകര സ്വഭാവമുള്ള ഒരു സംഘടനയാണ്. ഈ സംഘടനയുടെ ഭീകര സ്വഭാവമുള്ള നീക്കങ്ങൾ തടഞ്ഞില്ലെങ്കിൽ അത് വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന നിലപാടിനോട് ലോകം മുഴുവൻ, അതായത് അന്താരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സഖ്യം മുഴുവൻ വളരെ കൃത്യമായി അനുകൂലമായ സമീപനം നൽകുന്നുമുണ്ട്. മാത്രമല്ല ഹൂതി വിമതരുടെ എല്ലാം തന്നെ ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇതിന് ശേഷവും, അതായത് വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന് ശേഷവും മറ്റിടങ്ങളിൽ നിന്നും ഉണ്ടാവുകയും ചെയ്തു. സ്വാഭാവികമായും ഒരു അന്താരാഷ്ട്ര ഭീകരവാദ സ്വഭാവമുള്ള ഒരു നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ടായാൽ ശക്തമായ തിരിച്ചടിക്കാനും ഇസ്രായേലിനെ പിന്തുണയ്ക്കാനുമുള്ള സാധ്യതയുണ്ട് എന്നത് മറ്റൊരു വസ്തുത കൂടിയാണ്. എന്തുതന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തൽ വേണമെന്ന കൃത്യമായ നിലപാട് 153ഓളം രാജ്യങ്ങൾ, ഭാരതം, അതുപോലെ റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള വൻ ശക്തികളെല്ലാം തന്നെ ഇത്തരത്തിലൊരു നിലപാടുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നത് തീർച്ചയായും വെടിനിർത്തൽ സാധ്യതയ്ക്ക് വലിയൊരു മുന്നൊരുക്കം അല്ലെങ്കിൽ ഒരു വലിയൊരു സാധ്യത തന്നെ തുറക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെടിനിർത്തലിലേക്കുള്ള നീക്കങ്ങൾ സാധ്യമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.